ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ SCOയുടെ ചൈനയിൽ നടന്ന ഉച്ചകോടിയിൽ ഏറ്റവും താരങ്ങളായി മാറിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് രണ്ടുപേരാണ്. ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റൊന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. ഇവർ തമ്മിൽ വളരെ നേരത്തെ തന്നെ അങ്ങേയറ്റം സുഹൃത്തുക്കളാണ് എന്ന് എല്ലാവർക്കും അറിയാം. റഷ്യ യുക്രൈൻ യുദ്ധം വളരെ മൂർച്ച നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും യുക്രൈനിലും റഷ്യയിലും സന്ദർശനം നടത്തിയ ഒരു രാഷ്ട്രത്തലവനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും വിശ്വസിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ലോകത്ത് ഒരേ ആളെ ഉള്ളൂ, അത് നരേന്ദ്രമോദിയാണ് എന്നാണ്. ഏതായാലും ഈ ഉച്ചകോടി വേദിയിലൊക്കെ തന്നെ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. നരേന്ദ്രമോദിയെ കണ്ട ആ നിമിഷം തന്നെ പുടിൻ ഓടി അടുത്തെത്തി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ റിപ്പോർട്ടുകൾ കാണുന്നത്. മാത്രമല്ല അദ്ദേഹം പ്രസംഗിക്കുന്ന വേളയിലും മൈ ഡിയർ ഫ്രണ്ട് മോഡി എന്നാണ് പറഞ്ഞത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചതും ഒക്കെ തന്നെ. അവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഏറ്റവും താരത്തിളക്കം ലഭിച്ചത് ഈ രണ്ട് നേതാക്കന്മാർക്കും തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവയുടെ പേരുള്ള ഭീഷണിയൊക്കെ അവഗണിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി. അതുപോലെ തന്നെയാണ് ലോകത്തെ റഷ്യ എതിർക്കുന്ന ശക്തികളെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കാൻ തങ്ങൾക്ക് കഴിയും എന്നുള്ള നിലപാടുമായി നിൽക്കുന്ന ആളാണ് പുടിനും. ഈ ഉച്ചകോടിയിൽ പുടിനും നരേന്ദ്രമോദിയും ഷീ ജിങ് പിങ്ങും ഒത്തുചേരുമ്പോൾ അത് വലിയൊരു ത്രിമൂർത്തികളുടെ സംഗമമായി മാറുകയായിരുന്നു. മറ്റ് രാഷ്ട്രത്തലവന്മാരെല്ലാം അപ്രസക്തരാകുന്ന തരത്തിൽ തന്നെയായിരുന്നു നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും അവിടെ വേദിയിലെല്ലാം നിറഞ്ഞു നിന്നത്. മാത്രമല്ല സമ്മേളനം കഴിഞ്ഞ് മടങ്ങാൻ നേരത്ത് വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദിയോട് പറഞ്ഞു, താങ്കൾ എൻ്റെ കാറിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്നാണ്. നമുക്ക് കാറിൽ നിന്ന് പല കാര്യങ്ങളും സംസാരിക്കാം. അവർ പുറത്തേക്ക് പോകുമ്പോൾ രണ്ടുപേരും തുടർന്ന് ഒരുമിച്ച് ഒരു കാറിലാണ് യാത്ര ചെയ്തത്. ഇതിന് ചിത്രങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നെ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാൻ ക്ഷണിച്ചു, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു, ഇത് മികച്ചൊരു അനുഭവമായിരുന്നു എന്നാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സാധാരണഗതിയിൽ രാഷ്ട്രത്തലവന്മാർ ഉച്ചകോടിക്ക് എത്തുമ്പോൾ യാത്ര ചെയ്യുന്ന പതിവില്ല. പലപ്പോഴും ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാജ്യത്ത് സന്ദർശിക്കുമ്പോഴായിരിക്കും അവിടുത്തെ രാഷ്ട്രത്തലവനും ഒരുമിച്ചൊരു വാഹനത്തിൽ സഞ്ചരിക്കുക. അതല്ലാതെ ഇത്തരം ഉച്ചകോടികളൊക്കെ തന്നെ ഓരോരുത്തരും പ്രത്യേകമായി തന്നെയാണ് അവിടെ എത്തുക.